ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നവരാത്രി ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ 4-ാം ദിവസമാണ്. 4-ാം ദിവസം കുഷ്മാണ്ഡ ദേവിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ദേവീഭാവം ആവാഹിച്ച ദേവിയെയാണ് നമ്മൾ കുഷ്മാണ്ഡ ദേവിയിൽ കാണുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടത്തിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ദേവിയാണ് കുഷ്മാണ്ഡ ദേവി. അമ്മ 8 കൈകളിലായി താമരയും അസ്ത്രവും വില്ലും കമണ്ഡലവും കലശവും ചക്രവും ഗദയും അക്ഷരമാലയും ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ നമ്മൾ പുരാണങ്ങളിൽ എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടത്തിൻ്റെ ചലനം നിയന്ത്രിക്കുന്ന ദേവിയായിട്ടും വളരെയധികം ശക്തി അമ്മയിൽ അടങ്ങിയതായിട്ടുമൊക്കെയാണ് നമ്മൾ പുരാണങ്ങളിൽ കാണുന്നത്. ഇന്നേ ദിവസം വൈകിട്ട് അമ്മയെ മനസ്സിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഭക്തിയോടുകൂടി നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ അമ്മ പ്രസന്നയായിത്തീരും. നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അമ്മ നടത്തിത്തരും. ആ ഒരു മന്ത്രം ഇതാണ്: സുര സമ്പൂർണ്ണ കലശം രുതിര പുളതമേവശ ദദാന ഹസദ പത്മാഭ്യം കുഷ്മാണ്ഡ ശുഭ ദാശ്രുമ. ഈ ഒരു മന്ത്രം എത്ര തവണ വേണമെങ്കിലും നമ്മൾ പലകുറി ആവർത്തിച്ച് ചൊല്ലാം. ഇത്ര എണ്ണമെന്നില്ല. മനസ്സിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഏത് ആഗ്രഹവും അമ്മ സാധിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിളയാടുവാനായിട്ട് അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ അമ്മയെ ധ്യാനിക്കുക.